എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. പോളിനോമിയൽ എന്നുള്ള പോർഷൻസിൽ നിന്ന് പാഠത്തിൽ നിന്ന് നമുക്ക് എക്സാമിന് വരാറുണ്ട് ക്വസ്റ്റ്യൻസ്. ആൽഫയും ബീറ്റയും റൂട്ട്സ് ആണെങ്കിൽ വില കൊടുക്കാൻ പറഞ്ഞിട്ട് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കാം. സൗണ്ടിൻ്റെ ഇത്തിരി ഒരു ബുദ്ധിമുട്ടുണ്ട്, അത് കാരണം നിങ്ങളെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം. ഫസ്റ്റ് question നോക്കൂ. If the sum of the zeros of quadratic polynomial kx square plus 4x plus 3k is equal to their product, then the value of k is. എന്താ പറഞ്ഞിരിക്കണേ? സം ഓഫ് ദ സീറോ. ഇഫ് ആൽഫ ആൻഡ് ബീറ്റ ആർ ദ സീറോസ് ആണെങ്കിൽ ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയണത് ആൽഫ ബീറ്റയ്ക്ക് ഈക്വൽ ആണ് എന്നാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് ഇതൊരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ആണ് അല്ലെ. അപ്പൊ അതില് ആൽഫ പ്ലസ് ബീറ്റ കാണാൻ നമുക്ക് എങ്ങനെ പറ്റുക? ഇത് എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി എന്നുള്ള ഫോമിലാണ് വെച്ചെങ്കിൽ ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്നത് മൈനസ് ബി ബൈ എയും ആൽഫ ബീറ്റ എന്ന് പറയുന്നത് സി ബൈ എയുമാണ്. അപ്പൊ ഇവിടുന്ന് നമുക്ക് എന്താ എഴുതാം? മൈനസ് 4 ആണ്, 4 ബൈ എ ആണ് ഏതെന്ന് പറയുന്നത് ആൽഫ പ്ലസ് ബീറ്റ അല്ലെ. എ എന്ന് പറയുന്ന സ്ഥാനത്ത് ഇവിടെ എന്താണ്? കെ ആണ്. അപ്പൊ കെ എന്ന് എഴുതാം. മൈനസ് 4 ബൈ കെ. ആൽഫ ബീറ്റ എന്ന് പറയുന്നത് സി ബൈ എ, അതായത് 3k ബൈ കെ, അതായത് എന്ത് വരും? 3 എന്ന് വരും. അപ്പൊ ഇത് ഇനി ഇക്വേറ്റ് ചെയ്താൽ എന്ത് വരും? മൈനസ് 4 ബൈ കെ ഈക്വൽ ടു 3. അപ്പൊ കെ ഈക്വൽ ടു എന്ത് വരും? മൈനസ് 4 ബൈ 3. ഏതാണ് ആൻസർ? ഡി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ആൽഫ ആൻഡ് ബീറ്റ ആർ ദ സീറോസ് ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x സ്ക്വയർ പ്ലസ് 8x മൈനസ് 8, ദെൻ. അപ്പൊ ഇതില് നമുക്ക് ആൽഫ പ്ലസ് ബീറ്റ എങ്ങനെ എഴുതാം? ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു മൈനസ് ബി ബൈ എ ഈക്വൽ ടു മൈനസ് 8 ബൈ 2 ഈക്വൽ ടു മൈനസ് 4. ഇനി ആൽഫ ബീറ്റ എങ്ങനെ എഴുതാം? സി ബൈ എ, അതായത് ഇവിടെ സിയുടെ സ്ഥാനത്ത് എന്താണ്? -8 ഡിവൈഡഡ് ബൈ 2, അതും -4 ആണ്. അപ്പൊ നമുക്ക് ഇതിനെ എന്താ എഴുതാം? അപ്പൊ നമുക്ക് ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു ആൽഫ ബീറ്റ. അപ്പൊ എ എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. The zeros of the quadratic polynomial x square plus 25x plus 156 are. എന്താണ് വരിക? അതായത് ഈ പോളിനോമിയലില് ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്നത് എന്താണ്? -25 ആണ് വരിക അല്ലെ. ആൽഫ ബീറ്റ എന്ന് പറയുന്നത് എന്ത് വരും? 156 വരും. അപ്പോ സമ്മ് മൈനസ് ആവണം, പ്രോഡക്റ്റ് എന്താവണം? പ്ലസ് ആവണം അല്ലെ. അപ്പൊ സമ്മ് നെഗറ്റീവ് വരണം, പ്രോഡക്റ്റ് എന്ത് വരണം? പ്രോഡക്റ്റ് പ്ലസ് വരണം അല്ലെ. അപ്പൊ നമുക്ക് എന്ത് വരണം? രണ്ടും നെഗറ്റീവ് ആവണം. നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് ആണ് പോസിറ്റീവ് ആയിട്ട് വരിക. പിന്നെ എന്താ? നെഗറ്റീവ് പ്ലസ് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് തന്നെ വരും. അപ്പൊ നമുക്ക് എന്ത് വരണം? രണ്ടും നെഗറ്റീവ് എന്നുള്ളത് വരണം. അപ്പൊ ബോത്ത് നെഗറ്റീവ് എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. A quadratic polynomial whose one zero is 5 and the product of zeros is 0 is. ഒരു 0 5 ആണ് അല്ലേ. ഇനി എന്താ പറഞ്ഞേക്കണേ? പ്രോഡക്റ്റ് ഓഫ് സീറോസ് 0 ആണെന്ന് പറഞ്ഞാൽ ആൽഫ ബീറ്റ 0 ആവണമെങ്കിൽ ഇവിടെ ആൽഫ 5 ആണെച്ചെങ്കിൽ ബീറ്റ എന്ത് വരണം? 0 വരണം, എങ്കിലേ ആൽഫ ബീറ്റ 0 വരുള്ളൂ അല്ലെ. അപ്പൊ നമുക്ക് പോളിനോമിയൽ എങ്ങനെ എഴുതാം? അതായത് എക്സ് സ്ക്വയർ മൈനസ് ഓഫ് ആൽഫ പ്ലസ് ബീറ്റ ഇൻറ്റു എക്സ് പ്ലസ് ആൽഫ ബീറ്റ. ആൽഫ ബീറ്റ 0 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് 0 ആയി പോയി. പിന്നെ എന്താണ് വരിക? എക്സ് സ്ക്വയർ മൈനസ് 5x. ഏതാണ് ആൻസർ? ബി എന്നുള്ളതാണ് ആൻസർ.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ദ സം ഓഫ് ദ സീറോസ് ഓഫ് ദ പോളിനോമിയൽ പി ഓഫ് എക്സ് equal to p square minus 23 into x square minus 2x minus 12 is 1, then p takes the value. അപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത്? ആൽഫയും ബീറ്റയും ആണ് അതിന്റെ രണ്ട് റൂട്ട് എങ്കിൽ ആൽഫ പ്ലസ് ബീറ്റ നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണെന്ന് 1 ആണെന്ന്. ഇത് ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് എങ്ങനെ എഴുതാം? ആൽഫ പ്ലസ് ബീറ്റ അതായത് മൈനസ് ബി ബൈ എ ആണ് അല്ലെ. അപ്പൊ എന്താ വരിക? -2 ഡിവൈഡഡ് ബൈ പി സ്ക്വയർ മൈനസ് 23 ഈക്വൽ ടു 1 എന്ന് വന്നു. അപ്പൊ ഇത് മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആയി അല്ലെ. അപ്പൊ 2 ഈക്വൽ ടു പി സ്ക്വയർ മൈനസ് 23 എന്ന് വന്നു. അപ്പൊ പി സ്ക്വയർ എന്ത് വരും? 2 പ്ലസ് 23 അതായത് 25 എന്ന് വന്നു. അപ്പൊ പി എന്ത് വരും? പ്ലസ് ഓ മൈനസ് 5 എന്ന് വരും. അപ്പൊ ഏതാണ് ആൻസർ? ഡി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. If alpha and beta are the zeros of the polynomial x square plus 5x plus c and alpha minus beta equal to 3, then c equal to. അപ്പൊ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ആൽഫ മൈനസ് ബീറ്റ തന്നിട്ടുണ്ട് അല്ലെ. ആൽഫ മൈനസ് ബീറ്റ എന്ന് പറയുന്നത് 3 ആണെന്ന് തന്നിട്ടുണ്ട്. ആൽഫ പ്ലസ് ബീറ്റ നമുക്ക് ഇതിന്ന് എഴുതിക്കൂടെ? -5/1 അതായത് -5. സി ആൽഫ ബീറ്റ എന്ന് പറയുന്നതാണ് സി അല്ലെ. അപ്പൊ ആൽഫ ബീറ്റയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് ഇതിന്ന് എങ്ങനെ എഴുതാം? ആൽഫ മൈനസ് ബീറ്റ തന്നിട്ടുണ്ട്, ആൽഫ പ്ലസ് ബീറ്റയും തന്നിട്ടുണ്ട്. അപ്പൊ ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ നമുക്ക് എന്ത് വരും? 2 ആൽഫ ഈക്വൽ ടു 3 മൈനസ് 5 എന്ന് പറയുന്നത് -2. ആൽഫ ഈക്വൽ ടു -1. അപ്പൊ ബീറ്റ എന്ത് വരും? ബീറ്റ ഈക്വൽ ടു -1 -3 അതായത് -4. ഇനി എന്താണ്? എന്താ നമുക്ക് കാണേണ്ടത്? ആൽഫ ബീറ്റയാണ്. അപ്പൊ എന്താണ്? -1 ഇൻറ്റു -4 ഈക്വൽ ടു 4. അപ്പൊ സി എന്നുള്ളത് എന്ത് വരും? 4 എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. If the zeros of the quadratic polynomial ax square plus bx plus c not equal to 0 are equal, then എന്താണ് ചെയ്യാൻ പറ്റുക? നോക്കൂ, ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്നത് എന്ത് വരും? മൈനസ് ബി ബൈ എ ആണ് അല്ലെ. ആൽഫ ബീറ്റ എന്ന് പറയുന്നത് എന്താണ്? സി ബൈ എ ആണ്. ഇത് പോസിറ്റീവും ഇത് നെഗറ്റീവും ആണ് വരേണ്ടത്. അപ്പൊ എന്ത് വരും നമുക്ക്? അപ്പൊ നമുക്ക് ഇതിന്ന് എന്ത് എഴുതാം? സിക്കും എക്കും സെയിം സൈൻ ആണെന്ന് പറയാം അല്ലെ. സെയിം സൈൻ ആണ് വെച്ചെങ്കിലല്ലേ നമുക്ക് ആൽഫ പ്ലസ് ബീറ്റ മൈനസ് വരുള്ളൂ, പിന്നെ ആൽഫ ബീറ്റ പ്ലസും വരണം. അപ്പൊ സെയിം സൈൻ ആണ് വെച്ചെങ്കിൽ ഇവിടെ മൈനസ് ആണ് വെച്ചെങ്കിൽ മൈനസും കൂടിയാവുമ്പോഴാണ് മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് വരുന്നത്, അല്ലെങ്കിൽ പ്ലസും ഇൻറ്റു പ്ലസ് വരും അല്ലെ. അപ്പൊ നമുക്ക് സിയും എയും എന്താണെന്ന് പറയണം? സെയിം സൈൻ ആണെന്ന് പറയണം. അതായത് സി ബൈ എ എന്നുള്ളത് പ്ലസ് ആവണം വെച്ചെങ്കിൽ സിയും പ്ലസ് ആവണം, എയും പ്ലസ് ആവണം, എങ്കിലേ ഇവിടെ പ്ലസ് സൈൻ വരുള്ളൂ. അല്ലെങ്കിൽ മൈനസ് ആവണം, രണ്ടും മൈനസ് ആവണം. അപ്പൊ സെയിം സൈൻ ആയ മാത്രമേ, എയും സിയും സെയിം സൈൻ ആയ മാത്രമേ നമുക്ക് എന്ത് വരുള്ളൂ? സീറോസ് ഓഫ് ദ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഈക്വൽ എന്ന് വരുള്ളൂ. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. The value of k such that quadratic polynomial x square minus of k plus 6 into x plus 2 into 2k plus 1 has a sum of the zeros as half of their product. അപ്പൊ നമുക്ക് എന്താ തന്നിരിക്കുന്നത്? ആൽഫയും ബീറ്റയാണ് അതിന്റെ റൂട്ട്സ് എങ്കിൽ ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്നത് ഹാഫ് ഓഫ് ആൽഫ ബീറ്റയ്ക്ക് തുല്യമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഇതിന്ന് നമുക്ക് ആൽഫ പ്ലസ് ബീറ്റ എഴുതാൻ പറ്റില്ലേ? മൈനസ് ഓഫ് മൈനസ് കെ പ്ലസ് 6 വരുമ്പോ കെ പ്ലസ് 6 തന്നെ വരും, ഈക്വൽ ടു ഹാഫ് ഓഫ് ആൽഫ ബീറ്റ എന്ത് വരും? ഇവിടുന്ന് 2 ഇൻറ്റു 2k പ്ലസ് 1. അപ്പൊ 2 ക്യാൻസൽ ചെയ്ത് പോയി,
കെ പ്ലസ് 6 എന്ന് പറയണത് എന്ത് വരും? 2k പ്ലസ് 1 എന്ന് വരും. അപ്പൊ k എന്ത് വരും? 6 മൈനസ് 1 5 എന്നുള്ളതാണ് ആൻസർ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. പോളിനോമിയൽ എന്നുള്ള ചാപ്റ്ററിൽ നിന്നുള്ള ഒരു 8 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ ഇനി അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക് നമുക്ക് എടുക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.